കെ.സി. വേണുഗോപാൽ ഇരട്ടത്താപ്പ് ഈ വിഷയമാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാൻ പോകുന്നത്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുകയും ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. വേദിയിലിരിക്കുന്ന ആർക്കും തന്നോട് ക്വസ്റ്റ്യൻ ചോദിക്കാം, ആരോട് വീട്ടിൽ പോയി പറയാൻ പറയില്ല എന്നാണ് കെ.സി. വേണുഗോപാലിന്റെ പുതിയൊരു വാദം. കെ.സി. വേണുഗോപാൽ പറയാൻ തന്നെ കാരണം എന്താണെന്നോ? പത്തനംതിട്ട ജില്ലയിലെ കോന്നിയില് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ കാണികളിൽ ഒരാൾ ഒരു ചോദ്യം എന്ന് പറഞ്ഞു. അപ്പോൾ മുഖ്യമന്ത്രി എടുത്തടിച്ച് പറഞ്ഞൊരു മറുപടിയാണ് വീട്ടിൽ പോയി ചോദിക്കുക. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. വീഡിയോയിലേക്ക്. കേരളത്തിന്റെ ആവശ്യം വളരെ കൂടുതലാണ്. സംഭവം കെ.സി. വേണുഗോപാല് മുഖ്യമന്ത്രി പിണറായി വിജയനെ കളിയാക്കിയതാണെങ്കിലും പക്ഷെ അത് പറയാനായിട്ട് എന്തെങ്കിലും ഒരു യോഗ്യത കെ.സി. വേണുഗോപാൽ ഉണ്ടോ എന്നാണ് നമ്മുടെ ചോദ്യം. കാരണം 2-3 മാസങ്ങൾക്ക് മുന്നേ ആരും അത് മറന്നു കാണില്ല, ന്യൂഡൽഹിയിലെ ഒരു പ്രസ് കോൺഫറൻസ് ഉണ്ടായിരുന്നു. ആ പ്രസ് കോൺഫറൻസിൽ ജയറാം രമേശും കെ.സി. വേണുഗോപാലും മാധ്യമങ്ങൾക്ക് മുന്നിൽ അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അതിൽ ഒരു മാധ്യമ പ്രവർത്തകൻ ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ വേട്ടയെ കുറിച്ച് ചോദിച്ചു. എന്നാൽ അതിൽ ഒരു ഉത്തരം പറയുക മാത്രമല്ല, അവിടെ നിന്നും എഴുന്നേറ്റ് പോയി ആ പ്രസ് കോൺഫറൻസ് തന്നെ ബഹിഷ്കരിക്കുകയാണ് പിന്നെ നമ്മൾ കണ്ടത്. ആ വീഡിയോയിൽ നമുക്ക് കണ്ടിട്ട് വരാം. വീഡിയോയിലേക്ക്. सबकी तरफ से इधर अल्पसंख्यक हिंदुओं पर अत्याचार हो रहा है बांग्लादेश में। सर, अल्पसंख्यक हिंदुओं पर अत्याचार हो रहा है। ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ വേട്ട നടക്കാൻ തന്നെ കാരണം അവിടുത്തെ ഇന്ത്യ വിരുദ്ധനായ ഉസ്മാൻ ഹാദിയെ ആരോ ഒരാൾ, ഒരു അജ്ഞാതൻ വെടിവെച്ച് കൊലപ്പെടുത്തി. അതിനെ ചൊല്ലിയാണ് അവിടെയുള്ള ന്യൂനപക്ഷങ്ങൾക്കെതിരെ അഴിഞ്ഞാട്ടം. അതായത് അവരുടെ വീട് തീയിടുന്നു, പച്ചയ്ക്ക് മനുഷ്യനെ കത്തിക്കുന്നു. ഉദാഹരണത്തിന് ദീപു എന്ന ഒരു തൊഴിലാളിയെ വലിച്ചിഴച്ചുകൊണ്ട് പോയിട്ട് തല്ലിക്കൊന്നതും പോലാനിട്ട് മരത്തിൽ കെട്ടിത്തൂക്കി തീ കൊളുത്തിയ സംഭവം ഈ നാട്ടില് കേരളക്കാരെ അറിയാത്തതൊന്നുമല്ല. പക്ഷേ അവർക്കെതിരെ ആരും, ആ ചെയ്തവർക്കെതിരെ ആരും ഒരക്ഷരം പോലും ഇവിടെ മുഴങ്ങി കേട്ടില്ല. സേവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹാഷ്ടാഗ് നമ്മൾ കാണില്ല. കാരണം കോൺഗ്രസുകാർ ഉൾപ്പെടെയുള്ളവർ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളാണ് അവിടുത്തെ ഭൂരിപക്ഷം. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഒരു ചെറു വിരൽ അനക്കാനായിട്ട് ഇവർക്ക് സാധിക്കുകയില്ല എന്നതാണ് വാസ്തവം. അങ്ങനെ ഒരു വാസ്തവം ഇരിക്കെ ഈ കെ.സി. വേണുഗോപാലിനും ജയറാം രമേശിനും ഇവർക്കെതിരെ എന്തെങ്കിലും ഒരു ചെറിയൊരു വിരൽ അനക്കാൻ സാധിക്കുമോ? കാരണം ഇതൊരു വോട്ട് ബാങ്കിന്റെ രാഷ്ട്രീയമാണ്. ന്യൂനപക്ഷങ്ങളെ താങ്ങി നിൽക്കാതെ അല്ലെങ്കിൽ അവരുടെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി പ്രവർത്തിക്കാതെ കോൺഗ്രസ് എന്നൊരു പാർട്ടിക്ക് ഇവിടെ നിലനിൽപ്പില്ല എന്നതാണ് വാസ്തവം. ദീപു അതിൽ ഒരു ആള് മാത്രമാണ്. ഇതുപോലെ ഒരുപാട് ന്യൂനപക്ഷങ്ങളുടെ വീടുകൾ അവർ തല്ലി തകർത്തു, വീടിന്റെ ഉള്ളിൽ തീ കൊളുത്തി. അതിലൊരു 5 വയസ്സുകാരി കുട്ടി അഗ്നിക്കിരയായി മരണപ്പെടുകയും ചെയ്തു. ഇതെല്ലാം ആരെങ്കിലും റിപ്പോർട്ട് ചെയ്തു? ഇവിടുത്തെ മാധ്യമങ്ങൾ തന്നെ അവിടുത്തെ രൂക്ഷമായിട്ടുള്ള ഇത്തരം ന്യൂനപക്ഷങ്ങൾക്കിടയിൽ നടക്കുന്ന ഈ ഒരു വേട്ടയെക്കുറിച്ച്, നരി വേട്ടയെക്കുറിച്ച് ആരെങ്കിലും റിപ്പോർട്ട് ചെയ്ത് നിങ്ങൾ കണ്ടോ? പലസ്തീനിലെ പ്രശ്നങ്ങൾക്കിടയിലും ഇറാന്റെ പ്രശ്നങ്ങൾക്കിടയിലും ഇവിടെ റിപ്പോർട്ട് ചെയ്യുകയും അതിനെ അനുകൂലിച്ച് കരയുകയും പ്ലക്കാർഡുകളും വേദികളും നമ്മൾ കണ്ടു. പക്ഷെ ആരെങ്കിലും ഒരാള് ഈ പറയുന്ന ഈ പലസ്തീനിലും ഇറാനിലും ഒക്കെ കൂട്ടക്കടിച്ച് നടത്തുന്ന ആരെങ്കിലും ഒരാള് അവിടുത്തെ ഹിന്ദു ന്യൂനപക്ഷ വേട്ടയെ കുറിച്ച് ആരെങ്കിലും സംസാരിച്ചോ? അറ്റ്ലീസ്റ്റ് അവർ ആ ചെയ്യുന്ന തെറ്റാണെന്നെങ്കിലും എതിർത്ത് ആരെങ്കിലും, ഈ കോൺഗ്രസിലെ നേതാക്കളോ ഇവിടെയുള്ള ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ സംസാരിക്കുന്നത് നിങ്ങൾ കേട്ടുവോ? കേൾക്കുകയില്ല. ഇതാണ് അവർ ആ ദീപുവിനെ കൊല്ലുമ്പോൾ വിളിച്ച മുദ്രാവാക്യം അല്ലാഹു അക്ബർ എന്നാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ എടുത്തു പറയേണ്ടത്, ഇത് ന്യൂനപക്ഷ പ്രീണനമാണ്. ഈ ന്യൂനപക്ഷ പ്രീണനം എന്ന് അവസാനിപ്പിക്കുന്നു അന്നാണ് കെ.സി. വേണുഗോപാൽ ഉൾപ്പെടെ എന്തിന് നമ്മുടെ ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിക്ക് വരെ ഇവർക്കെതിരെ, കാരണം ഈ കാണിക്കുന്ന അനീതിക്കെതിരെ പ്രതികരിക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ നിങ്ങൾ ബംഗ്ലാദേശിൽ നടക്കുന്ന ന്യൂനപക്ഷ വേട്ടയെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ ഒരു കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഒരു വ്യക്തിയോട് ഈ ന്യൂനപക്ഷ വേട്ടയെ കുറിച്ച് സംസാരിക്കുമ്പോൾ ആ പ്രസ് കോൺഫറൻസ് തന്നെ വിച്ഛേദിച്ചിട്ട് അല്ലെങ്കിൽ പ്രതിഷേധിച്ചിട്ട് ബഹിഷ്കരിച്ചിട്ട് ഇറങ്ങി പോകുന്നത് എന്തടിസ്ഥാനത്തിലാണ്? ഉത്തരമില്ലാത്തപ്പോൾ കൊഞ്ഞനം കുത്തി കാണിക്കുന്ന രീതിയല്ല ഇവർ കാണിക്കുന്നത്. ഇത് ഇവർ ഇന്നും ഇന്നലെ ഒന്നും തുടങ്ങിയതല്ല. കാരണം ഇവിടെ ഒരു പ്രീണന രാഷ്ട്രീയമുണ്ട്. ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങളാണ് അതൊന്നും അറിയാതെ ഇരിക്കുന്നത്. കാരണം കോൺഗ്രസുകാർ എന്ന് പറയുന്നത് തന്നെ മുസ്ലിം ലീഗിന്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും SDP-യുടെയും PDP-കാരുടെയും ഒക്കെ കയ്യിലെ കളിപ്പാവയായിട്ട് തിരിയുകയാണ്. ഇത് കോൺഗ്രസുകാർ മാത്രമല്ല, LDF-ഉം അങ്ങനെ തന്നെയാണ്. കാരണം ഇപ്പോൾ ഒരു നാണയത്തിന്റെ 2 വശങ്ങൾ എടുത്ത് നോക്കിയാൽ ആ 2 വശങ്ങൾ ഒന്ന് LDF-ഉം UDF-ഉമായി നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ഇപ്പോൾ ഇവർ പറയുന്നു ഡീൽ എന്നാണ്, CJP ഡീൽ എന്നാണ്. യഥാർത്ഥത്തിൽ CJP ഡീൽ ഒന്നുമില്ല.
CDF അല്ലെങ്കിൽ UDFന്റെ നമുക്ക് CDF എന്നും LDF എന്നും മാറ്റി നമുക്ക് വിളിക്കാൻ പറ്റിയ ഡീൽ തന്നെയാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരിക്കലും മുഖ്യമന്ത്രി വീട്ടിൽ പോയി ചോദിക്കാൻ വേണ്ടി ന്യായീകരിക്കുകയല്ല. കാരണം അത് ഏറ്റവും വലിയ തെറ്റാണ്. പക്ഷെ ഒരു പൊതുമധ്യത്തിൽ ഒരു പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വ്യക്തിയോട് ഒരു ക്വസ്റ്റ്യൻ എന്ന് ചോദിക്കുന്നതും തെറ്റ് തന്നെയാണ്. കാരണം ചോദ്യം ചോദിക്കുന്ന ആളുടെ ഭാഗത്തും തെറ്റുണ്ട്, ഉത്തരം പറഞ്ഞ ആളുടെ ഭാഗത്തും തെറ്റുണ്ട്. പക്ഷെ ആ തെറ്റിനെ ഞാൻ ഒരിക്കലും ന്യായീകരിക്കുകയല്ല. പക്ഷെ KC വേണുഗോപാൽ ഒരു ആക്ഷേപഹാസ്യമായിട്ടാണ് പിണറായി വിജയൻ ഈ വാക്കുകളെ കടമെടുത്ത് സംസാരിച്ചതെങ്കിൽ അതിൽ താങ്കൾ ഒട്ടും യോഗ്യനല്ല എന്നാണ് നമുക്ക് പറയാനുള്ളത്. കാരണം ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ തന്നെ തീരുമാനിക്കും യോഗ്യനാണോ അല്ലയോ എന്നത്.